ഇപ്പോൾ മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും തിളങ്ങി നിൽക്കുന്ന യുവനായകനാണ് നസ്ലിൻ കെ ഗഫൂർ. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ സപ്പോർട്ടിംഗ് വേഷത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ അപാര ഹ്യൂമർ ടൈമിംഗുള്ള കൊച്ചു പയ്യന് ആദ്യ സിനിമ മുതൽ തൻ്റെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുക്കാനായി. പിന്നീട് വന്ന വരനെ ആവശ്യമുണ്ട്, കുരുതി, ഹോം, മകൾ തുടങ്ങിയ സിനിമകൾ ഈ സ്നേഹം ഇരട്ടിയാക്കി. എന്നാൽ നസ്ലിൻ്റെ താരപദവിയിലേക്ക് ഉയർത്തിയത് 2024 പുറത്തിറങ്ങിയ പ്രേമലു എന്ന റൊമാൻറ്റിക് കോമഡി അമ്പരിപ്പിക്കുന്ന വിജയമായതോടാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റായി 300 കോടി ക്ലബ്ബിൽ കയറി എത്തിയതോടെ യുവനടൻ എന്ന ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിൽ ഒരാളായി മാറി. ചിത്രത്തിൽ സണ്ണി എന്ന നായകനായി എത്തി കയ്യടി നേടിയ നസ്ലിൻ ഒരു നടനെന്ന നിലയിൽ കൂടെ വേറെ വളർന്നു കഴിഞ്ഞു. ഈ നിലയെ ദിലീപിന് കഴിഞ്ഞ കുറച്ചു കാലമായി നഷ്ടപ്പെട്ടിരിക്കുന്ന ജനപ്രിയ നായകൻ എന്ന സ്ഥാനത്തേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അർഹൻ പ്രേമലു തരൻ തന്നെയാണെന്ന് അഭിപ്രായക്കാരാണ് ഒരു വിഭാഗം ആൾക്കാർ. നസ്ലിൻ്റെ കരിയറിൻ്റെ വളർച്ച നോക്കിക്കാണുന്ന പ്രേക്ഷകർ ഒരു എൻ്റർടൈനർ എന്ന നിലയ്ക്ക് താരത്തിന് 100 മാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. തൊട്ടടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജ് നിലനിർത്താനും ഒപ്പം വ്യത്യസ്തമായ സിനിമകളുടെ ഭാഗമാകാനും താരം ശ്രമിക്കുന്നു. കരിയറിൽ ഏറെ വളരാൻ അദ്ദേഹത്തെ സഹായിക്കും എന്നത് ഉറപ്പാണ് അവർ പറയുന്നു. ഒപ്പം ഓരോ സിനിമയെ അഭിനയശേഷി വളർത്താനും ശ്രമങ്ങളും നസ്ലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വ്യക്തമാണ്. ഇപ്പോഴത്തെ തലമുറയിലെ ഏറ്റവും നന്നായി തമാശ കൈകാര്യം ചെയ്യുന്ന നായകനാവാൻ സാധിച്ചതും ഗുണം ചെയ്യുന്നു. ഒപ്പം ലോഗോ താരത്തിൻ്റെ ഒരു പോരായ്മയും എടുത്തു പറയുന്നു. ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഉള്ള പരിമിതിയാണ് നസ്ലിൻ എന്ന യുവനടനെ പിന്നോട്ട് വലിക്കുന്ന ഒരേയൊരു ഘടകം. വളരെ നന്നായി ഇമോഷൻ സ്ക്രീൻ കൊണ്ടുവരുമ്പോഴും ഡയലോഗ് ഡെലിവറി നന്നായുമ്പോഴും തൻ്റെ ജന്മനാട്ടിലെ പ്രാദേശിക മലയാളത്തിലുള്ള സ്ലാങ് നടന് മറികടക്കാൻ കഴിയുന്നില്ല എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു.